കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സ്റ്റുഡിയോ നിലവിൽ വന്നത് 1948 ആയിരുന്നു. ആലപ്പുഴ ജില്ലയിലെ പുളിങ്കുന്നിൽ നിന്നും ആലപ്പുഴ ടൗണിനടുത്ത് പാതിരപ്പള്ളിയിലെത്തി കയർ വ്യവസായവും തുടർന്ന് കള്ള് വ്യവസായവും ഒക്കെ നടത്തി സിനിമയിലേക്ക് തിരിഞ്ഞ എം കുഞ്ചാക്കോ ഉദയ തുടങ്ങിയത് അന്നത്തെ രാഷ്ട്രീയ പ്രമുഖൻ TV തോമസിനൊപ്പം ഇ ജോൺ, മാത്തുക്കുട്ടി, ആലപ്പി വിൻസെന്റ് എന്നിവരും ചേർന്നായിരുന്നു. ഉദയയുടെ ആദ്യ ചിത്രമായ ഫെലിക്സ് ജെ ബേസ് സംവിധാനം ചെയ്ത വെള്ളി നക്ഷത്രം 1949 പുറത്തു വന്നു. തിരുവല്ലക്കാരനായ KV കോശിയും കുഞ്ചാക്കോയും ചേർന്ന് സ്ഥാപിച്ച K&K പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് ഉദയയുടെ ചിത്രങ്ങൾ പുറത്തു വന്നത്. അച്ഛനും മകനും എന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനങ്ങൾക്കിടയിൽ കുഞ്ചാക്കോയും KV കോശിയും വഴിപിരിയുകയുണ്ടായി. കുഞ്ചാക്കോ എക്സൽ പ്രൊഡക്ഷൻസ് ആരംഭിക്കുകയും അതേ ബാനറിൽ അച്ഛനും മകനും എന്ന ചിത്രം അച്ഛൻ എന്ന പേരിൽ പൂർത്തിയാക്കി 1952 റിലീസ് ചെയ്യുകയും ചെയ്തു. ഈ ചിത്രത്തിൽ കുഞ്ചാക്കോയുടെ മകൻ ബോബൻ കുഞ്ചാക്കോ തിക്കുറിശ്ശിയുടെ മകനായി അഭിനയിച്ചുകൊണ്ട് വെള്ളിത്തിരയിലേക്ക് കടന്നു വന്നു. തുടർന്ന് പല ചിത്രങ്ങളിലും വേഷമിട്ട ബോബൻ കുഞ്ചാക്കോ തൻ്റെ പിതാവിൻ്റെ മരണശേഷം ഉദയയുടെ സാരഥിയായി, നിർമ്മാതാവും സംവിധായകനും ഒക്കെയായി. ഇപ്പോൾ ഉള്ളത് ഉദയയുടെ 3ാം തലമുറ, പ്രശസ്ത യുവനടനായ കുഞ്ചാക്കോ ബോബൻ. ഇന്ന് ഉദയ സ്റ്റുഡിയോ നിലവിലില്ല. മറ്റൊരു മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ VTJ ഫിലിം സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്നും അതിനുള്ളിൽ സീരിയൽ നിർമ്മാണവും മറ്റും നടത്തുന്നു. ഉദയയുടെ ബാനർ പക്ഷേ കുഞ്ചാക്കോയുടെ അനന്തരാവകാശികൾ കൈമാറ്റം ചെയ്തില്ല. ഉദയയുടെ ബാനറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ ചാക്കോച്ചൻ എന്ന കുഞ്ചാക്കോ ബോബൻ ഒരുങ്ങുകയാണ്. ഉദയയുടെ ഒരു പുതിയ ഉദയമായിരിക്കാം ഇത്. 1949 ആ 49ലാണ് ഉദയ സ്റ്റുഡിയോ ആദ്യമായിട്ട് മലയാള ചിത്രം റിലീസ് ചെയ്യുന്നത്. അതിൽ അഭിനയിച്ചത് നമുക്കെല്ലാവർക്കും വളരെ പ്രിയമുള്ള മിസ് കുമാരി അവരായിരുന്നു. പിന്നെ ഒന്ന് അഭയദേവ്, അദ്ദേഹമാണ് അതിൽ പാട്ട് എഴുതിയത്. ഈ ഉദയ സ്റ്റുഡിയോയിലൂടെയാണ് ശാരദാമ്മ, തിക്കുറിശ്ശേട്ടൻ, മിസ് കുമാരി, SP ആശാൻ ഇവരെല്ലാവരും വലിയ സിനിമയിലെ പാട്ടുകളും ഓർമ്മ വരും. എന്നുവെച്ചാൽ എല്ലാം നല്ല നല്ല പാട്ടുകളായിരിക്കും. എനിക്ക് തോന്നുന്നു P. സുശീലമ്മ ആദ്യമായിട്ട് പാടിയത് ഈ ഉദയയിലെ ഒരു പടത്തിന് വേണ്ടിയാണ്. നമ്മുടെ കുഞ്ചാക്കോ മലയാളിയുടെ മകനാണ് ബോബൻ കുഞ്ചാക്കോ, അദ്ദേഹത്തിൻ്റെ മകനാണ് കുഞ്ചാക്കോ ബോബൻ. അദ്ദേഹം ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദയ സ്റ്റുഡിയോയിൽ കൂടുതലും എടുത്തിട്ടുള്ളത് ഹിസ്റ്റോറിക്കൽ മൂവീസാണ്, രാജാക്കന്മാർ, റാണിമാർ, അങ്ങനത്തെയൊക്കെ. അപ്പോൾ അങ്ങനത്തെ പടങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത ഒരാളാണ് വേലപ്പണ്ണൻ. വേലപ്പണ്ണൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു മേക്കപ്പ് മാനാണ്. അദ്ദേഹം മേക്കപ്പ് മാൻ മാത്രമല്ല, ആ സ്റ്റുഡിയോയിൽ എല്ലാം ആയിരുന്നു. കിരീടം വയ്ക്കാത്ത ഒരു രാജാവായി ഉദയയിലെ കുഞ്ചാക്കോ എന്ന് പറഞ്ഞാൽ വ്യത്യാസമുള്ള ഒരാളാണ്. അദ്ദേഹം എന്ത് സംസാരിക്കണം. ഇവിടെ ഒരു ഡ്രസ്സ് എടുക്കണമെങ്കിൽ എന്നെ കൂടെ മദ്രാസിൽ കൊണ്ടുപോകും. എൻ്റെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത്, വിഗ്ഗാലെല്ലാം. പക്ഷേ എല്ലാം അങ്ങനെ കറക്റ്റ് എത്ര രൂപ ചിലവായാലും വേണ്ടില്ല. എൻ്റെ ബ്ലാക്ക് ചെക്കാണ് എഴുതി തരണം സാധനങ്ങൾ വാങ്ങിക്കാൻ. അത്ര ഒരു ആ കലയെടുത്തൊരു സ്നേഹമുള്ളൊരു മനുഷ്യനാണ്. ഇന്നത്തെ പ്രൊഡ്യൂസറിൽ ഏറ്റവും വലിയ ഉള്ളത് 2 വ്യക്തികൾ, ഒന്ന് സുബ്രഹ്മണ്യ മുതലാളി, ഒന്ന് കുഞ്ചാക്കോ മുതലാളിയാണ്. അത് ഏറ്റവും പ്രധാനം കുഞ്ചാക്കോ മുതലാളിയാണ്. ഇതിൻ്റെ കൂടെ ആ സിനിമ എടുത്ത ആ സന്ദർഭത്തിലും ഞാനൊരു 10-12 കൊല്ലം അത് കഴിഞ്ഞാണ് ഞാൻ നവോദയയിൽ പോയത്. ആ മനുഷ്യൻ സിനിമ എന്ന് പറയുന്നത് ചാവണം ഒരു മനുഷ്യനായിരുന്നു. അന്ന് വിഗ്ഗെല്ലാം കൊണ്ടുവരും, നമ്മളെന്നാ ചെയ്യണം. നമ്മളിപ്പോൾ നസീസാറിൻ്റെ വിഗ്ഗൊക്കെ ഞാൻ തന്നെ കട്ട് ചെയ്ത് കറൽ ചെയ്ത് എടുക്കും. അങ്ങനെ നല്ല മുടിയേണ്ട ആ വിഗ് മതി. വാൽമീകി തിക്കുർ സാറ് അന്നത്തെ ഇരുന്ന മേക്കപ്പിന് അത് മറന്നുകൂടായിരുന്നു. അന്ന് ഈ കുടിമേക്ക നമ്മളുണ്ടാക്കണം മേക്കപ്പ്. ഇന്നിപ്പം വിഗ് മേക്കറെ കൊണ്ട് അന്ന് അങ്ങനെ ഒരു സംഭവമില്ലായിരുന്നു. അവിടെ ഒരു കടയുണ്ട്, അവിടെ നീട്ട് വാങ്ങിച്ചോണം, കട്ട് ചെയ്തും ചെയ്തോളണം. അന്ന് വാൽമീകിയുടെ വലിയ താടിയാണ്, ഡെയിലി ക്രേപ്പേരിൽ ഒട്ടിക്കണം. എന്നിട്ട് ഈ ചെതിര കളയണം. മേക്കപ്പ് എന്ന് പറയുമ്പോൾ പിറ്റൊന്നും അതുപോലെ ഒട്ടിക്കണം. മീശ വരെ നമ്മൾ കറക്റ്റാ ചെയ്യണം. ലോകാന്തര സുഖമെന്തും വൈകുണ്ഠലോകഭോഗത്തിനു തുല്യമായി സോഹങ്ങളകന്നു മേവീടിന. തീർന്നോ ഗുരുദേവ? തീർന്നു മകളെ, രാമായണം പൂർത്തിയായി. എത്ര നല്ല കഥ.
ഈ കഥ കേട്ടിട്ട് എനിക്ക് ഉറക്കമേ വരുന്നില്ല. പാവം സീതാദേവി എന്ത് ദുഃഖങ്ങൾ സഹിച്ചു. ഗുരുദേവ, അയോധ്യയിൽ സീതാദേവിയുടെ സീമന്ത കല്യാണം നടൻ പോകുന്നു. ആഹാ, എത്ര സന്തോഷകരമായ വാർത്ത! മഹത്തായ രഘുവംശത്തിൽ സർവഗുണ സമ്പന്നനായ ഒരു രാജകുമാരൻ ജനിക്കട്ടെ. കുഞ്ചാക്ക മുതലാളി പറയണമെന്ന് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. അദ്ദേഹം വന്ന് സിനിമയ്ക്ക് വേണ്ടി മരിച്ച ഒരാളാണ്. അത് ഉദയയിൽ ഞങ്ങൾ ആ കണ്ണപ്പുണ്ണി കഴിഞ്ഞ് മല്ലനും മാധവൻ എടുക്കാൻ നേരത്ത് അദ്ദേഹം മദ്രാസിലുണ്ട്, ഞാനും ഉണ്ട്. അദ്ദേഹം മരിക്കാൻ സമയത്ത് ഹാർട്ട് അറ്റാക്കായിട്ട് മരിക്കണ കണ്ടവനാണ് ഞാൻ. അദ്ദേഹം മരിക്കാൻ നേരത്തും ആ പിടിച്ചുകൊണ്ട് പറയുന്നു, എൻ്റെ മക്കളെ കാണണമെന്ന് പറയണില്ല, എൻ്റെ ബോബനെ കാണണമെന്ന് പറയണില്ല, ഭാര്യയെ കാണണമെന്ന് അദ്ദേഹം പറയണില്ല. അദ്ദേഹം അന്നും പറഞ്ഞത്, ഡേയ് സിനിമ പാട്ട്, നാളെ പാട്ടെടുക്കണം, നമുക്ക് അവിടെ പോകണം, ഇവിടെ പോകണം, വേലപ്പാട്ട് എല്ലാവരുടെയും നമുക്ക് ഓണം പടം റിലീസാണ്. ആ സിനിമയെന്നും പറഞ്ഞ് മരിച്ച ഒരു വ്യക്തി കുഞ്ചാക്ക മുതലാളിയാണ്. അതിൽ ഒരു മാറ്റവും ഇല്ല.